CPM-ൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എതിർപ്പുയർന്ന തളിപ്പറമ്പിൽ CPM-ന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അതൃപ്തി മറികടക്കാൻ മുതിർന്ന നേതാക്കൾക്ക് മണ്ഡലത്തിന്റെ പൂർണ്ണ ചുമതല നൽകും. P. ജയരാജനും MV ജയരാജനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, അടിത്തട്ടിൽ അണികൾക്കിടയിൽ നിന്നാണ് പ്രതിഷേധം ഉയർന്നു വന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രതിഷേധമോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാർത്തകളോ ഒന്നുമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളുടെ ഉറച്ച പാർട്ടി അടിസ്ഥാനമുള്ള അണികൾ തന്നെ ഉയർത്തിവിട്ട വലിയ പ്രതിഷേധമായിരുന്നു അത്. പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിൽ അണിനിരന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് CPM വിചാരിക്കുന്നത്. മാധു, തീർച്ചയായിട്ടും നേതാക്കൾ മണ്ഡലത്തിൽ അണിനിരക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഈ വിവിധ കവലകളിലുള്ള പ്രസംഗങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുകയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ ബൂത്ത് തലത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവിടെ ചുമതലകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ പദ്ധതിയാണ് തളിപ്പറമ്പിൽ CPM ഒരുക്കിയിരിക്കുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലവിൽ നിയമസഭയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വോട്ടിൻ്റെയാണെങ്കിൽ ഒരു വോട്ടിൻ്റെ കുറവ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പഴി പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേൾക്കേണ്ടി വരും, പ്രത്യേകിച്ച് PK ശ്യാമള സ്ഥാനാർത്ഥിയായി വരുന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ P. ജയരാജനെയും MV ജയരാജനെയും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി പൂർണ്ണ ചുമതല നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു പുറമെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രത്യേക മേൽനോട്ടം വേണമെന്നുള്ള നിർദ്ദേശം കൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. 29 ലോക്കൽ കമ്മിറ്റികളാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത്. ആ 29 ലോക്കൽ കമ്മിറ്റികളിലും ഈ മുതിർന്ന നേതാക്കൾക്ക് പുറമെ ഓരോ ജില്ലാ തലത്തിൽ, അതായത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ, ഏരിയ കമ്മിറ്റി നേതാക്കൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റികളുടെ ചുമതല നൽകുന്നു. അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികളുടെ ചുമതല ഏരിയ ജില്ലാ നേതാക്കൾക്ക് കൃത്യമായി വിഭജിച്ച് നൽകുന്നു. അങ്ങനെ പാർട്ടി അണികളെ നേരിട്ട് കണ്ടും ഓരോ പ്രവർത്തകരെയും നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും അങ്ങനെ ഈ പറയുന്ന എതിർപ്പ് മറികടക്കാനുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് തളിപ്പറമ്പിൽ തയ്യാറാവുന്നത്. എന്തായാലും PK ശ്യാമളയെ വിജയിപ്പിക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടും അവിടെ ഉജ്ജ്വലമായ, അതായത് കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ CPM നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന തളിപ്പറമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണത്തിനും തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കും നേതൃത്വം നൽകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.